സ്വാഭാവികമാണല്ലോ. പ്രതിവർഷം ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് വരുമെന്നുള്ളത് സ്വാഭാവികമല്ലേ. അത് നടപ്പാക്കിയല്ലേ. ഗവൺമെന്റ് പ്രഖ്യാപിച്ച നയം നടപ്പാക്കുന്നതിൽ എന്താണ് പ്രശ്നം? പാലക്കാട്ട് ഒരു ബ്രൂവറി സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനം പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ പ്രതിപക്ഷത്തു നിന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നിലവിലത്തെ പ്രതിപക്ഷാവ് വി.ഡി. സതീശനും അതിനെതിരെ ആ പദ്ധതിക്കെതിരായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അഴിമതി ആരോപണവുമായിട്ടാണ് രണ്ടുപേരും രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇതിന് വ്യക്തമായൊരു മറുപടി സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം.പി. രാജേഷ് നൽകുകയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളിലാണ് ഈ സംസ്ഥാനത്തിൻ്റെ പുതിയ മദ്യനയം പുറത്തിറക്കിയത്. ആ മദ്യനയത്തിനനുസരിച്ചുള്ള ആ നയത്തിനനുസരിച്ചുള്ള പരിപാടികൾ മാത്രമാണ് സംസ്ഥാനം ചെയ്യുന്നതെന്നും സംസ്ഥാനത്തിന് സാമ്പത്തികമായിട്ടും പിന്നെ ഒരുപാട് അവർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതിയാണെന്നും വ്യക്തമായിട്ട് എം.പി. രാജേഷ് പറയുന്നത് മാത്രമല്ല അഴിമതി ആരോപണങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി ഇതിൽ എം.പി. രാജേഷ് രണ്ടുപേർക്കും നൽകുന്നുണ്ട്. ആദ്യമേ മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയാണ് പ്രതികരിച്ചതെന്നുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പറയാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേർ രംഗത്തിറങ്ങിയത്. ഇപ്പോൾ രണ്ടുപേർക്കും മുൻ പ്രതിപക്ഷ നേതാവിനും നിലവിലത്തെ പ്രതിപക്ഷ നേതാവിനും എക്സൈസ് മന്ത്രി മറുപടി നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇത് ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ .24 പാര 24 ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. മധ്യപ്രദേശ്, ഹരിയാന, അതുപോലെ രാജസ്ഥാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 10-20 വർഷമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വളരെ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു. എല്ലാ പരിശോധനകളും നടത്തി അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനവുമാണിത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രഖ്യാപിതമായ ലക്ഷ്യം പെട്രോളിനും ഡീസലിനും 25% വരെ എത്തനോൾ ബ്ലെൻഡിങ് 2025 ആകുമ്പോഴേക്കും കൊണ്ടുവരണം എന്നതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയുമാണ്. 26 വർഷമായി സംസ്ഥാനത്ത് പുതിയൊരു മദ്യശാല അനുമതി നൽകിയിട്ടില്ല. അപ്പോൾ ഇത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് സർക്കാർ ഈ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. 600 കോടി രൂപ പദ്ധതി വരികയാണ്. അത്രയും പേർക്ക് അവിടെ ജോലി കിട്ടും. അത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില വർദ്ധിപ്പിക്കാനിടയാക്കും, വില കിട്ടാനിടയാക്കും. ഇത്തരം താല്പര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ആയിക്കോട്ടെ, ബാക്കി ആരോപണം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉൾപ്പെടെ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്. ബാക്കി ഒരു കേരള വാട്ടർ അതോറിറ്റിയായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തതയുണ്ട്. എക്സൈസ് കമ്മീഷണർ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചിട്ടുള്ളതാണ്. എല്ലാ നിയമവും അനുസരിച്ച് മാത്രമേ അവർക്ക് ആരംഭിക്കാൻ പറ്റൂ. അത് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ച് എന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആയിരിക്കും. പിന്നെ വാട്ടർ അതോറിറ്റിയുമായിട്ട് അവർ വെള്ളം ലഭ്യമാക്കേണ്ട നടപടികളും സ്വീകരിക്കും. സ്വാഭാവികമാണല്ലോ. പ്രതിവർഷം ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് വരുമെന്നുള്ളത് സ്വാഭാവികമല്ലേ. ബാക്കി നമുക്ക് നോക്കാം. ഇനി പറയാം. അല്ല, അതവർക്ക് അറിയാത്തത് കൊണ്ട് ബോധപൂർവവും പറയുന്നതാണ്. ഇത് ENA ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കേരളം വലിയ തോതിൽ ENA വലിയ തോതിലല്ല, ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഇറക്കുമതി ചെയ്യാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു നയം മാറ്റം കഴിഞ്ഞ നയത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അത് നടപ്പാക്കിയല്ലേ. ഗവൺമെന്റ് പ്രഖ്യാപിച്ച നയം നടപ്പാക്കുന്നതിൽ എന്താണ് പ്രശ്നം? അല്ല, നോക്കൂ, ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് മാത്രമല്ലല്ലോ. ഇത് മദ്യത്തിന്റെ കയറ്റുമതി ഉൾപ്പെടെയാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്.